ബി ജെ പിയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്കായിട്ട് പത്മ പുരസ്കാരങ്ങൾ മാറുകയാണ്. പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി നടേശനൊക്കെ ഈ പത്മഭൂഷൺ ലഭിച്ചതിൽ ആളുകൾ ആശ്ചര്യപ്പെടുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ശുപാർശയിൽ പോലും ഇദ്ദേഹം ഒന്നും ഉണ്ടായിരുന്നില്ല, VS ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്താണ് ഇതിലൂടെ BJP ഉദ്ദേശിക്കുന്നത്? വളരെ സിമ്പിളാണല്ലോ. BJP എല്ലാ കാലത്തും തന്നെ ഇത്തരത്തിൽ നാഷണൽ പുരസ്കാരങ്ങളെ വളരെ കൃത്യമായി അവരുടെ ഒരു അജണ്ടകൾക്കനുസരിച്ച് ഉപയോഗിക്കുന്നതിൽ അവർ വളരെയധികം വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടന്നതാണ് ബീഹാറിൽ. ആ ബീഹാറിൽ കർപ്പൂരി താക്കൂറിന് ഭാരത രത്ന എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി കൊടുത്തുകൊണ്ടാണ് അവർ ആചരിച്ചത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത്തരത്തിൽ ഈ പറയുന്ന ഒരു ഭാരതരത്ന കിട്ടിയിട്ടുള്ള കർപ്പൂരി ഠാക്കൂറിനെ കൂടി, അതായത് അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റൊക്കെ ആയിരുന്നു, പക്ഷെ അദ്ദേഹത്തെ കൂടി ഇങ്ങോട്ട് വേണമെങ്കിൽ എന്ത് ചെയ്തേക്കാം, ഞങ്ങളുടെ ഒപ്പം എടുത്തേക്കാം, ഞങ്ങളുടെ ആളാക്കിയേക്കാം എന്ന് പറയുന്ന ചിന്തയാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലേക്ക് ഈ 2 പത്മ പുരസ്കാരങ്ങളും പ്രഖ്യാപിക്കപ്പെട്ടത്. അത് രണ്ടും താങ്കൾ പറഞ്ഞതിൽ ഒന്ന് VS അച്യുതാനന്ദൻ ആരായിരുന്നു? ഇതേ സമുദായത്തിൽ നിന്ന് തന്നെയുള്ള ഈഴവ സമുദായത്തിൽ തന്നെയുള്ള കേരളം മുഴുവൻ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു നേതാവായിരുന്നു. അപ്പോൾ ആ നേതാവായിരുന്നു എന്നുള്ളത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് വളരെ കൃത്യമായി ഇപ്പോഴും കേരളീയ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള തോന്നലിൽ നിന്നുമാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന പത്മഭൂഷൺ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തൊട്ടടുത്തത് നോക്കിയപ്പോൾ നിലവിൽ ഈ പറയുന്ന പോലെ ഈഴവ സമുദായവും അതുപോലെ തന്നെ SNDPയുടെ സെക്രട്ടറിയുമായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനും കൂടി കൊടുത്തേക്കാമെന്ന് അവരെന്ത് ചെയ്തു, വിചാരിച്ചു. ആ വെള്ളാപ്പള്ളി നടേശന് കൊടുത്തേക്കാമെന്ന് പറയുമ്പോൾ ഇത് വെള്ളാപ്പള്ളി നടേശനും അറിയാം കൃത്യമായിട്ട് അവരെന്ത് ഉദ്ദേശിക്കുന്നതെന്ന്. കാരണം അദ്ദേഹം നേരത്തെ ഈ ഭാരതരത്നയെക്കുറിച്ചും അതുപോലെ വിഭൂഷണെക്കുറിച്ചും ഭൂഷണെക്കുറിച്ചും ഒക്കെ പറയുന്ന വാചകമൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് അത് അറിയാത്ത ഒരാളല്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പാർട്ടി, അതായത് BDJS അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടി കൃത്യമായിട്ട് NDAയുടെ ഘടകകക്ഷിയാണ്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഏതാണ്ട് ഘടകകക്ഷികൾക്കൊക്കെ വീതം വെക്കുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതല്ല, കുറച്ചും കൂടി സാമ്പത്തികമുള്ള കാശുള്ള ആളുകൾക്കൊക്കെ ഇത് എന്ത് ചെയ്യാറുണ്ട്, കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിലൊന്നും വലിയ കാര്യമൊന്നും പ്രധാനപ്പെട്ട കാര്യമൊന്നുമില്ല. ഇത് കിട്ടി എന്നുള്ളത് കൊണ്ട് ജനങ്ങളിപ്പോൾ തന്നെ ഇവരെ ആരാണ്, ഇവർക്ക് എന്തെങ്കിലും മേന്മ കൂടുകയോ ഇത് കിട്ടാതെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും കുറയുകയോ ഒന്നുമില്ല. ഇപ്പൊ ഏറ്റവും വലിയ തമാശ പറഞ്ഞാൽ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ഗാന്ധിജി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഗാന്ധിജിക്ക് വല്ല കുഴപ്പമുണ്ട്? താങ്കൾക്ക് അതൊരു കോമഡി ആയിട്ട് തോന്നില്ലേ വെള്ളാപ്പള്ളിക്ക് കിട്ടിയത്? അല്ല, കോമഡി ഒന്നുമില്ല ഇതിനകത്ത്. എന്താ കോമഡി ഉള്ളത്? വളരെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ തന്ത്രം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈഴവ സമുദായത്തെ ഞങ്ങൾ പരിഗണിക്കുന്നു, ആ വോട്ട് ബാങ്ക് ഈഴവർക്കിടയിൽ അത്രക്ക് സ്വാധീനം ഉണ്ടോ വെള്ളാപ്പള്ളിക്ക്? ഈഴവർക്കിടയിൽ വെള്ളാപ്പള്ളിക്ക് വെള്ളാപ്പള്ളി പറഞ്ഞാൽ കേൾക്കുമോ ഈഴവര്? ഏതാ വെള്ളാപ്പള്ളി പറഞ്ഞാൽ ഈഴവർ എത്ര പേര് കേൾക്കൂല എന്നൊക്കെയുള്ളത് വേറെ ചർച്ചയാണ്. വേണമെങ്കിൽ നമുക്കത് എടുക്കാം, കുഴപ്പമില്ല. കാരണം വെച്ചാൽ ഒരു ചെറിയ ശതമാനമെങ്കിലും ഒരു സംഘടനയുടെ മുകളിലിരിക്കുന്ന ഒരാൾ, ലക്ഷക്കണക്കിന് സംഘടനയിൽ അംഗങ്ങളുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കുറച്ച് പേര് കേൾക്കുന്നതുകൊണ്ടാണല്ലോ ഈ പറയുന്ന നമുക്കെല്ലാം അറിയുന്ന പോലെ കഴിഞ്ഞ തവണ പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലടക്കം ഇലക്ഷൻ സമയത്ത് പോയി കാണാനായിട്ട് അനുമതി ചോദിക്കുന്നത് ഇത്തരത്തിൽ ആളുകൾ എന്ത് ചെയ്യുന്നുള്ളതുകൊണ്ടാണ്. കുറച്ചെങ്കിലും ഒരു 2,000-3,000 വോട്ടുകളെങ്കിലും ചിലപ്പോൾ സ്വാധീനിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലാതെ കേരളത്തിലുള്ള 25% വരുന്ന ഈഴവര് മൊത്തം വെള്ളാപ്പള്ളിയുടെ പറയുന്നതല്ല, ആര് പറയുന്നവർ കേൾക്കൂല. അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി കേൾക്കുന്നത് പിണറായി വിജയൻ പറയുമ്പോഴായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് CPM-നോടൊപ്പമാണ് അവരുടെ മഹാഭൂരിപക്ഷം പേരൊക്കെ നിൽക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ അവർ കുറച്ചുകൂടി ഒരു കമ്മ്യൂണൽ സ്വഭാവത്തോടു കൂടി വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നൊരു റീഡിംഗ് ഉണ്ട്. ഉദാഹരണത്തിന് അതുകൊണ്ടാണ് ആറ്റിങ്ങലിലും അതുപോലെ ആലപ്പുഴയിലും ഒക്കെ തന്നെ BJPക്ക് വലിയ തോതിൽ വോട്ട് കൂടിയത്. ഈഴവര് വർഗീയരാവുകയാണ്. അല്ല, വർഗീയമായ വിഭജനങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരം മാനസികാവസ്ഥകളിലേക്ക് അവർ കൂടി എത്തിപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ കേരളത്തിൽ തന്നെ ജീവിക്കുന്നവരല്ലേ, കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളും അങ്ങനെ എത്തിപ്പെട്ടിട്ടുണ്ട്. അതിലേക്ക് എത്തിപ്പെടാതിരുന്ന വളരെ സെക്കുലറായി ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വധവിഭാഗം അവരുടെ സമുദായത്തിൽ നിന്ന് തന്നെയുള്ള കാൻഡിഡേറ്റുകൾ വന്നാൽ വോട്ട് ചെയ്യാം എന്നുള്ള ലെവലിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പി മുരളീധരൻ, ശോഭാ സുരേന്ദ്രന്റെ വോട്ട് കിട്ടിയത്. ഇപ്പൊ വെള്ളാപ്പള്ളിയെ നമ്മൾ വല്ലാത്ത രീതിയിൽ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് മാധ്യമങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ വെള്ളാപ്പള്ളി പറയുന്നതിലും നേരില്ലേ. കാരണം ഈഴവ സമുദായത്തിന് പല ജില്ലകളിലും അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനായിട്ട് മറ്റു ചില ആളുകൾ കാരണത്താൽ സാധിക്കുന്നില്ല. അതാണ് വെള്ളാപ്പള്ളിയുടെ ഒരു വെള്ളാപ്പള്ളി പറഞ്ഞത് അതൊന്നും അല്ല. വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അടിസ്ഥാനമുണ്ട്. ആ ഇല്ല എന്നൊക്കെ കണ്ണടച്ച് നമ്മൾ ഇരുട്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ വെള്ളാപ്പള്ളി റഹീസ് റഷീദ് തീവ്രവാദിയാണ് എന്നൊക്കെ വിളിച്ചത് തീവ്രവാദിയല്ല എന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി പറയുന്നൊരു വാചകമുണ്ട്, ആ വാചകത്തിന് ചില പ്രാധാന്യമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ കഴിഞ്ഞ UDFന്റെ ഭരണകാലത്ത് സ്കൂളുകൾ അനുവദിക്കുന്നതിൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ SNDP യോഗവും
മറ്റ് മതസമൂഹങ്ങളും തഴയപ്പെടുകയും കുറച്ചുകൂടി വലിയ പ്രാമുഖ്യം മുസ്ലിം ലീഗിനൊക്കെ കിട്ടുകയും ചെയ്തു എന്നുള്ളത് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് കിട്ടുകയും ചെയ്തു എന്നുള്ളതൊക്കെ അതിന്റെ പിന്നിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ അതിന്റെ കണക്കിലേക്കൊന്നും പോകുന്നില്ല, കാരണം കണക്കുകൾ പറഞ്ഞാൽ ഒന്നും ഡ്രൈ ആവും. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന പോലെ അത് കുറച്ചുകൂടി കേരളത്തിലെ ഇപ്പൊ വർഗീയമായിട്ടുണ്ടായ വിഭജനത്തിന് അത് ആക്കം കൂട്ടും. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പറയാം. പക്ഷെ അതില് റഹീസ് ചോദിച്ചതിന് ചില കുഴപ്പങ്ങളുണ്ട്. ഞാനിപ്പോ അതൊന്നും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അത് ശരിക്കും കുഴപ്പമായിരിക്കും തീർച്ചയായിട്ടും. അല്ല, ഈ റഹീസ് ചോദിച്ചത് എന്താ, കഴിഞ്ഞ വർഷം ഇത്രയും വർഷങ്ങളായിട്ട് ഭരിക്കുന്നത് LDF പിണറായി വിജയനും ആണല്ലേ, എന്നിട്ട് നേടിയെടുക്കാൻ പറ്റിയില്ല എന്നാണ് ചോദിച്ചത്. നേരാണ് പുള്ളി മൈക്കൊക്കെ ദേഷ്യം പിടിച്ചിട്ട് ആകെ ഇതായി പോയത്. ഞാനിപ്പോ ഇതുവരെ അത് ആരോടും പറയാതിരുന്നാണ്. ഞാൻ എനിക്കോടെ ഒരു വീഡിയോയിലും ഞാനത് പറഞ്ഞിട്ടില്ല. പക്ഷെ റഹീസ് ചോദിച്ചതിന്റെ പിന്നിൽ, റഹീസ് ചോദിച്ച ചോദ്യം കറക്റ്റാണ് റഹീസിനെ സംബന്ധിച്ചോളം. പക്ഷെ ആ ഉത്തരത്തിന് ചെറിയൊരു കുഴപ്പമുണ്ടാകും കാര്യത്തിന്. ആ കാര്യം ഞാൻ പറയാം എന്താന്ന്. അത് കേൾക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ UDFന്റെ ഭരണകാലത്ത് നിരവധി സ്കൂളുകൾ അനുവദിച്ചപ്പോഴേക്കും ഇവർക്ക് അതിന് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം കിട്ടുകയോ പ്രാമുഖ്യം കിട്ടുകയോ ചെയ്തില്ല. പകരം മുസ്ലിം ലീഗിന് താല്പര്യമുള്ള ആളുകൾക്ക് കൊടുക്കേണ്ടി വന്നു എന്നൊക്കെ പറയുന്നതിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് തന്നെയാണ് പണ്ട് AK ആന്റണിയും പറഞ്ഞിട്ടുള്ളത്. സംഘടിതമായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾ കൂടുതൽ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് അറിയുമോ? ഈ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അങ്ങനെ സ്കൂളുകൾ ആർക്കും തന്നെ അനുവദിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ മേടിക്കും? നിങ്ങൾ SNDPക്കോ NSSനോ മറ്റേ മുസ്ലിം സമുദായ സംഘടനകൾക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സംഘടനകൾക്കോ എന്നല്ല, ഒരാൾക്ക് പോലും ഒരു സ്കൂളുകൾ പുതിയതായിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഈ ഗവൺമെന്റ് അനുവദിച്ചിട്ടില്ല. ഇത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇത് കേൾക്കാതെ നമ്മുടെ മാധ്യമ സിംഹങ്ങളൊക്കെ തന്നെ അപ്പം തന്നെ വാളും പരിചയമൊക്കെ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് മേടിക്കാത്തത് എന്ന് ചോദിച്ചാൽ, അപ്പൊ ഗവൺമെന്റ് പോളിസി, അതായത് ഗൗതം മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ഗവൺമെന്റ് പോളിസി, ഒരു സ്കൂളും തരില്ല, ഒരു കോളേജും ഞങ്ങൾ പുതിയതായിട്ട് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ട് അപേക്ഷ കൊടുത്തിട്ട് എന്ത് ചെയ്യും, മേടിക്കുക. അപ്പൊ ഇതിന്റെ അടുത്ത ചോദ്യമുള്ളൂ. അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ, വെള്ളാപ്പള്ളിക്ക് ഇത് കുറച്ചുകൂടി ഭംഗിയായിട്ട് പറയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം പറയാമായിരുന്നു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, അതിന് പകരം പെട്ടെന്ന് എന്ത് ചെയ്യുകയാണ് ചെയ്തത്, ക്ഷുഭിതനാവുകയാണ് ചെയ്തത്. അതിന്റെ പിന്നിൽ അദ്ദേഹം ഒരു വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരു പച്ച മനുഷ്യനാണ് അദ്ദേഹം. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ഗോകുലഗോപാലിന്റെ ചാനലുമായി ബന്ധമുള്ള ചാനലാണ്. അപ്പോൾ ആ ചാനലായത് കൊണ്ടിട്ട് സ്വാഭാവികമായിട്ടും എന്താണ്, എനിക്കെതിരായിട്ട് കുമാർ കുറച്ച് നാളായി പണിയെടുക്കുന്നു എന്ന് പറയുന്ന തോന്നലൊക്കെ വെള്ളാപ്പള്ളിയുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പ്രതികരിക്കും. ഇപ്പം ഞാനായിട്ട് തന്നെ 1 മണിക്കൂർ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്ന വാചകം, എന്തും ചോദിച്ചു, എനിക്കറിയാമെങ്കിൽ ഞാൻ പറയും, അല്ലെങ്കിൽ എനിക്ക് അറിയാൻ പാടില്ല എന്ന് പറയും, അത്രേ ഉള്ളൂ കുഴപ്പമെന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൽ വളരെ ഓപ്പണായി വളരെ ഫ്രാങ്കായി സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ അച്ചടി ഭാഷയോ ഭയങ്കര ഗംഭീരമായ ലാംഗ്വേജോ ഒന്നും അദ്ദേഹം ഉപയോഗിക്കണമെന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ അതിൻ്റെയൊക്കെ പിന്നിൽ ചില ചെറിയ കാരണങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ ഇനി അടുത്ത ചോദിക്കാനുള്ള ചോദ്യത്തിന് എപ്പോഴും ഉത്തരം പറയാം. പിന്നെ ഇതിന് രാഷ്ട്രീയമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും വെള്ളാപ്പള്ളി നടേശനെ വ്യക്തിപരമായിട്ട് അറിയുന്ന ആർക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അദ്ദേഹം ഒരിക്കലും ഒരു മുസ്ലിം വിരുദ്ധനല്ല എന്നുള്ളത്. അദ്ദേഹം മുസ്ലിം വിരുദ്ധനല്ല. ഇവിടെ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ ഹിന്ദു വിരുദ്ധരൊന്നുമല്ല. ഇവർക്കെല്ലാവർക്കും ഈ നമ്മുടെ ഈവൻ മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്ന ഒരാൾ മറ്റേ മുസ്ലിം ഇതൊക്കെ അനുസരിച്ച് ജീവിച്ചിരുന്ന ഒരാളാണെന്ന് ചോദിച്ചാൽ അല്ല. അദ്ദേഹം നമ്മൾ അറിയുന്ന വളരെ അടുത്ത ആളുകളൊക്കെ പറയുന്നത് എന്താണ്, അവർ വളരെ മനുഷ്യസ്നേഹികളായിട്ടുള്ള ആളുകളായിരുന്നു. ബാൽ താക്കറെ അദ്ദേഹത്തെ ചികിത്സിച്ചുകൊണ്ടിരുന്നതും എനിക്കറിയാവുന്ന വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തും അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിന് ഒരു കുടുംബത്തിൽ കയറിച്ചിരുന്നതാണ്. അവർ മുസ്ലിമാണ്. പക്ഷെ ഇതൊക്കെ പുറമേയുള്ള ഒരു നരേറ്റീവാണ് ഒന്ന്. പക്ഷെ ഇതിന്റെ പിന്നിൽ വേറൊരു അജണ്ടയുണ്ട്. അവരൊക്കെ പേഴ്സണലി വ്യക്തിപരമായി അങ്ങനെ ആകുമ്പോഴും പ്രധാനപ്പെട്ട ഒരു വിഷയവും കൂടിയുണ്ട്. ആ വിഷയം എന്താണെന്ന് അറിയാമോ? രാഷ്ട്രീയമായി ആളുകളെ സംഘടിപ്പിക്കുന്നതിന് ചിലപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പുറമെ പറയേണ്ടി വരും എന്ന് പറയുന്ന ഒരു കാര്യം കൂടി എന്ത് ചെയ്യുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അപ്പൊ കൊടുത്തതിൽ തെറ്റില്ല എന്നാണ് പറയുന്നത്. ലഭിക്കേണ്ടതാണ് അല്ല, ലഭിക്കേണ്ടതാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയണത് ഈ വെള്ളാപ്പള്ളി നടേശന് കൊടുത്തതിൽ എനിക്ക് വലിയ പരിഭവമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൊടുത്തത് ഉഗ്രനായി എന്നൊന്നും തോന്നുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രീയമായി അതാത് സമയത്ത് ഏത് നേട്ടമുണ്ടാകുമെന്ന് വിചാരിച്ചാണ് കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന കൊടുത്തതും ഇപ്പോൾ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നതും. ഇനി മറ്റൊരു കാര്യം കൂടി താങ്കളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏറ്റവും വലിയൊരു തമാശ കൂടി പറഞ്ഞാൽ, കുറച്ച് കാശ് മുടക്കിയാലും ഒക്കെ ഇത് കിട്ടും. മനസ്സിലായ? ഇപ്പൊ ഈ കോൺഗ്രസ് ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ മറ്റേ കമ്പിളി പുതപ്പ് വിൽക്കുന്നവർക്കൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് നേരത്തെ ഇപ്പൊ ബീഹാറിൽ കർപ്പൂരി ഠാക്കൂറിന് ഇത് കൊടുത്തപ്പോൾ മുതൽ കൃത്യമായ ഒരു ലോങ് ടേം പ്ലാനും പദ്ധതികളുമായിട്ടാണ് ഇത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ വെള്ളാപ്പള്ളി നടേശനുള്ള സ്നേഹം കൊണ്ടോ ഇഴവർക്കുള്ള സ്നേഹം കൊണ്ടോ കൊടുത്തല്ല, BJPയുടെ വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ വേണ്ടി BJP എന്ത് കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് കൊടുക്കേണ്ടതോ ഇനി കൊടുക്കാൻ പാടില്ലെന്നോ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ഇക്കാലത്താണ് ഇങ്ങനെയായത്. കുറച്ചുനാൾ മുമ്പ് വരെ ഈ BJP ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കൂടി ഞാൻ പറഞ്ഞില്ല. BJP ചെയ്യുന്നത്
കുറച്ച് പേർക്ക് വളരെ അർഹതപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യും കൊടുക്കും. മനസ്സിലായോ? അൺസങ് ഹീറോസ് അപ്പൊ അത് അൺസങ് ഹീറോസ് എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിന് കൊടുക്കും. അപ്പൊ നമ്മൾ കൈയടിക്കും. സാധാരണ ഇപ്പൊ ഉദാഹരണത്തിന് ദേവകി അമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടൽ കൃഷിയൊക്കെ അല്ല, അതായത് കൃഷിയൊക്കെ ഇതാക്കി അത്തരത്തിലുള്ള ആളുകൾക്ക് കൊടുക്കും. അതേപോലെ തന്നെ ഇപ്പൊ ബൈക്കിൽ എന്ത് ചെയ്യണം, മൃതശരീരങ്ങൾ മറ്റേ ഡെഡ് ബോഡീസൊക്കെ കൊണ്ടുപോയി ആംബുലൻസായി വർക്ക് ചെയ്തിരുന്ന ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് കൊടുക്കും. അതേസമയം അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആളുകൾക്ക് കൂടി കൊടുക്കും. പിന്നെ ഇതൊക്കെ നേരത്തെയും ഇങ്ങനെയൊക്കെ തന്നെയാണ് നടന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞു, കോൺഗ്രസിന്റെ കാലത്തൊക്കെ ഇത് നടന്നിരുന്നതെന്ന് പറഞ്ഞാൽ കാശ് മേടിക്കുന്നവർക്കൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഉദാഹരണത്തിന് കമ്പിളി പുതപ്പും മറ്റേ ഇതൊക്കെ വിൽക്കുന്ന കാശ്മീരിലെ വ്യവസായികൾക്ക് പോലും ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രാഞ്ചേട്ടൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായത്. അല്ലാതെ രഞ്ജിത്ത് ഇവിടെ അങ്ങനെ സംഭവിക്കാത്തൊരു കാര്യം ഭാവനയിൽ നിന്ന് എടുത്ത് ഉണ്ടാക്കിയൊന്നുമല്ല. ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഇത് കൊടുക്കുന്ന ഏജൻസികളുണ്ട്. ഈ VS അച്യുതാനന്ദന് പോലും, അതായത് ഒരു തരത്തിലും BJP-യുമായിട്ട് ഒരു വിട്ടുവീഴ്ചയും നിൽക്കാത്തൊരു നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിന് പോലും ഇപ്പൊ മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നു. BJP എല്ലാ കാലത്തും ചെയ്തിരുന്നത് ഈ കർപ്പൂരി ഠാക്കൂർ എന്തെങ്കിലും BJP-യായിട്ട് താല്പര്യമുള്ളതായിരുന്നു. RSSന് നിരോധിച്ച ആദ്യത്തെ ഇന്ത്യൻ ഒരു മന്ത്രിയുടെ പേരെന്ന് പറയുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. മനസ്സിലായോ? ആ പട്ടേലിനെ BJP അങ്ങ് ഏറ്റെടുത്തില്ലേ? അതായത് അപ്പൊ പൊളിറ്റിക്സിന് അതീതമായിട്ട് BJP ചിന്തിക്കുന്നു. പൊളിറ്റിക്സിന് അതീതമായിട്ടല്ല, BJPക്ക് അങ്ങനെ ഏറ്റെടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് BJP എന്ത് ചെയ്യുന്നു, കുറച്ച് സ്വാതന്ത്ര്യ സമര സേനാനികൾ എവിടെന്നെങ്കിലും കിട്ടുമെങ്കിൽ എന്ത് ചെയ്യുന്നു, ഞങ്ങളുടേതാക്കി അവരെന്ത് ചെയ്യുന്നു, അവതരിപ്പിക്കുന്നു. രാജ്യസ്നേഹികളാണ് അല്ലെങ്കിൽ ബാക്കിയുള്ളതാണ് എന്നവരെന്ത് ചെയ്യുന്നു. ഇപ്പൊ വിവേകാനന്ദനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസിനെ, ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ പതുക്കെ പതുക്കെ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മിക്ക രാഷ്ട്രീയ പാർട്ടികളിൽ ലോകത്തെമ്പാടും ചെയ്യുന്നൊരു കാര്യമാണ്. നല്ല ആരെങ്കിലും കിട്ടിയാൽ അവരെന്ത് ചെയ്യുക, അവരവരുടെ ആളാക്കി മാറ്റുക. എന്നിട്ട് അവരുടെ ഐഡിയോളജി ആയിരുന്നു, ഞങ്ങളുടെ വലിയ അപ്പോസ്റ്റലായിരുന്നു എന്നൊക്കെ എന്ത് ചെയ്യുക, പറയുക. മനസ്സിലായോ? ഇതിപ്പോ ഗൗതം ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. ഇപ്പൊ എനിക്ക് പോലും ഭയമുണ്ട് ഇങ്ങനെ ടോപ്പിക്ക് ചർച്ച ചെയ്ത് നിർത്തിയാൽ പോലെ. ഇപ്പൊ ഉദാഹരണത്തിന് ഷാ പഹൽവി എന്ന് പറയുന്ന 1979 മുമ്പ് ഇറാൻ ഭരിച്ചിരുന്ന ആ ഇറാനിലെ പേർഷ്യൻ സംസ്കാരത്തെ മുഴുവൻ ഇപ്പൊ അവർ വീണ്ടെടുക്കാനും സിംഹവും സൂര്യനും അടങ്ങുന്ന ചിഹ്നം ഉള്ള പതാകകൾ കാണിക്കാനും പറഞ്ഞുകൊണ്ട് ഇറാനിൽ വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. അന്നേരം അദ്ദേഹത്തിന്റെ മകൻ വന്ന് ഭരിക്കണമെന്ന് പറയാം. ഈ മകൻ വന്ന് ഭരിക്കണമെന്ന് പറഞ്ഞാൽ മകൻ ഏതെങ്കിലും കോളേജോ യൂണിവേഴ്സിറ്റിയോ ഭരിച്ചിട്ട് കൊള്ളാം, നല്ല ഭരണാധികാരിയാണെന്ന് മനസ്സിലായിട്ടൊന്നുമില്ല. പകരം ജനത്തിന് ഒരു പ്രതീക്ഷ നൽകുകയാണ്. അതായത് അതിനു മുമ്പുള്ള പറഞ്ഞ ഇതിനേക്കാൾ എന്തായിരുന്നു, കുഴപ്പമില്ലായിരുന്നു എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അതേപോലെ BJP ഒക്കെ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നു, ഓരോ ഐഡിയൽസിനെയും ഈ പറഞ്ഞ പോലെ ഓരോ ഐഡൽസിനെയും അതുപോലെ ബാക്കിയുള്ള ആളുകളെയും എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് പിടിച്ചെടുക്കേണ്ടത് എന്ത് ചെയ്യുന്നു, അവരുടെ ആളുകളാക്കി മാറ്റുന്നു. ഇപ്പൊ ഈ കേരളത്തിൽ തന്നെ വേറൊരു സ്വാതന്ത്ര്യ സമര സേനാനി, അതുകൊണ്ടാണ് ഇതൊരു BJP-യുടെ ഒരു സർജിക്കൽ സ്ട്രൈക്കായി മാറുന്നു. തീർച്ചയായിട്ടും അതാണ്. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഇപ്പൊ CPM-നെ പോലും വെട്ടിലാക്കിയിട്ടുണ്ട്. കാരണം CPM-നെ സംബന്ധിച്ച് ഇത് നിരസിക്കണോ വേണ്ടെന്നുള്ളത്, പക്ഷെ CPM അതിനേക്കാൾ വലിയ പാർട്ടിയാണ് കേട്ടോ. അതുകൊണ്ട് ഇനി ഈ VS-ന് ഇത് കൊടുത്തത് കൊണ്ട് യഥാർത്ഥത്തിൽ വലിയ അടി കിട്ടാൻ പോകുന്നത് BJP-ക്കാണ്. അത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കുക. BJP യഥാർത്ഥത്തിൽ ഇപ്പൊ BJP പോലെ അംഗീകരിക്കുന്ന ഒരു നേതാവ്, ആ നേതാവിന്റെ വീട്ടിൽ വന്ന് ആരെങ്കിലും ഇനി മത്സരിക്കുമ്പോഴത്തേക്ക് BJP-ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്ത് ചെയ്യും? യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ BJP കാണുന്നതിന്റെ അപ്പുറത്ത് കാണുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ. സത്യത്തിൽ അദ്ദേഹം നാഷണൽ ലെവൽ ലീഡർ ആയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്നത് വ്യക്തിപരമായി. അതിന്റെ പ്രധാനപ്പെട്ട വിഷയം തീർച്ചയായിട്ടും ഒരു സംശയമില്ല കാര്യത്തിൽ, എന്റെ വിശ്വാസത്തിൽ ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം എന്താ വെച്ചാൽ അമിത്ഷാക്ക് പോലും നിരവധി പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ബംഗാളിൽ അമിത്ഷാ കഴിഞ്ഞോടെ ഭരണം പിടിക്കുമെന്ന് പറഞ്ഞു. പ്രശാന്ത് കിഷോർ വന്നിട്ട് ചോദിച്ചു 100 സീറ്റിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടില്ല, 100 ബെറ്റടിക്കാം, ഞാൻ എന്റെ പണിയിരുത്തി പോകാന്ന് പറഞ്ഞു. ഗൗതം പെറ്റുവെച്ച പോലെയല്ല, പുള്ളി പെറ്റുവെച്ച പണിയിരുത്തി പോകാന്ന് പുള്ളി പറഞ്ഞു. പക്ഷെ പുള്ളി 70 സീറ്റ് അവിടെ കിട്ടിയുള്ളൂ, 77 സീറ്റ് കിട്ടിയുള്ളൂ, 80 സീറ്റ് താഴെ കിട്ടിയുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് പിണറായി വിജയനെ സംബന്ധിച്ചോളം ഇനി അടുത്തത് വരാനിരിക്കുന്നത് എന്താ വെച്ചാൽ അവരുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ മത്സരിക്കുകയാണെന്ന് വിചാരിക്കുക, യഥാർത്ഥത്തിൽ അതിന്റെ അഡ്വാൻറ്റേജ് ഇപ്പൊ ആർക്ക് കിട്ടും, ആർക്ക് കിട്ടും? പിന്നെ VS-ന്റെ ഓൾറെഡി CPM അങ്ങോട്ട് ഉയർത്തി കാണിക്കും. പ്ലസ് എന്താണ്, BJP-ക്കാര് പോലും പത്മവിഭൂഷൺ കൊടുത്ത് ആദരിച്ച നേതാവുള്ള ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് മാത്രമാണെന്ന് എന്ത് ചെയ്യും, ഞങ്ങൾക്കാണെന്ന് എന്ത് ചെയ്യും പറയും. അദ്ദേഹത്തിന്റെ മകനോ മകളോ ആയിട്ട് മകനാണ് സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ എന്ത് പറയും, ലിസ്റ്റ് വരുമ്പോൾ കാണാട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇതൊരു കാര്യം കൂടിയുണ്ട്, ഇത് ഷോർട്ട് ടൈമിലേക്ക് CPM-ന് ഗുണം ചെയ്യുമെങ്കിലും ലോങ് ടൈമിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഈഴവ കമ്മ്യൂണിറ്റിയെ അവരുടെ ഉള്ളിലുള്ള വലിയ നേതാക്കന്മാരെയൊക്കെ തന്നെ തങ്ങളുടെ കൊണ്ട് കുറച്ചുകൂടി അടുപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഞങ്ങൾ കൂടുതൽ പരിഗണന കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ആ കമ്മ്യൂണിറ്റി അടുപ്പിക്കാനുള്ള ലോങ് ടൈം പദ്ധതികളുടെ കൂടി ഫലം. എന്തായാലും വെള്ളാപ്പള്ളി പറഞ്ഞത് എല്ലാം തെറ്റല്ല, പലതിലും കാര്യങ്ങളുണ്ട്. അതെ.